ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവേഴ്സ് ലോഗ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ഫിഷ് പോണ്ട് അല്ലെങ്കിൽ ഒരു ആമ്പൽക്കുളം സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിത് മെയിനായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത് ഈ ഗപ്പീനെ വളർത്താനും ഗപ്പീസിനൊരു ചെറിയൊരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് പോലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാനുമാണ് ഈ പോണ്ട് സെറ്റപ്പ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി ആദ്യം ഞാൻ മേടിച്ചതൊരു കോൺക്രീറ്റ് ടാങ്കാണ്. അപ്പോൾ ഏകദേശം 2000 രൂപയോളമായി ഈ ടാങ്കിൻ്റെ വില. ഒരു 2.5-3 അടി വീതിയും 1-1.25 അടി താഴ്ചയുമുള്ളൊരു ടാങ്കാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അതിലും ചെറിയ ടാങ്കാണെങ്കിലും ആമ്പൽക്കുളം സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇതിലും ചെറിയ ടാങ്കാണെങ്കിലും പറ്റും. ഈ ആമ്പലൊക്കെ സാധാരണഗതിയിൽ ചെളിയിലാണ് വളരാറുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുളത്തിലൊക്കെ നാച്ചുറലായിട്ട് തന്നെ ചെളിയിലാണ് ഇത് വളരുക. അപ്പോൾ ഇതിന് വളരാൻ വേണ്ടിയുള്ള എല്ലാ ന്യൂട്രിയൻസും എല്ലാ പോഷകാഹാരങ്ങളൊക്കെ ഈ ചെളിയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ഈ ടാങ്ക് സെറ്റ് ചെയ്യുമ്പം അതായത് മനുവർ എന്തെങ്കിലും നമ്മൾ തന്നെ ഈ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മനുവറാണ്. അത് സാധാരണ നഴ്സറിയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം ഏകദേശം 1 കിലോ മേടിച്ചതിൽ ഒരു 1/2 കിലോൻ്റെ അടുത്ത് ടാങ്കിൻ്റെ വലിപ്പം അനുസരിച്ച് മണ്ണിൻ്റെ അടിയിൽ 1/2 ഇഞ്ച് കനത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല ഒരു കട്ടി ലെയറിൽ ചുമന്ന മണ്ണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ടാങ്കിൽ ഏകദേശം ഒരു 2.5-3 ഇഞ്ച് ഹൈറ്റിലാണ് ഞാൻ മണ്ണിട്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ആവശ്യത്തിനുള്ള മന്യൂറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം നിറച്ച് ഒരു എന്താ പറയുക നല്ല കുഴയുന്ന രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ട് വേണം ആമ്പൽ നടാം. ആമ്പൽ നടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ മുകളിലും സൈഡിലുമായിട്ട് കുറച്ചും കൂടി ഈ കറുത്ത നിറത്തിൽ കാണുന്നത് അതും മന്യൂർ മിക്സ് ചുമന്ന മണ്ണ് തന്നെയാണ്. അത് കുറച്ച് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ കറുത്ത മണ്ണ് കാണാത്ത രീതിയിൽ ഞാൻ ചുമന്ന മണ്ണ് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ആമ്പൽ മാത്രമല്ല മറ്റ് ചെറിയ ചെറിയ ചെടികളും നട്ടുപിടിപ്പിച്ചു. കാരണം ഗപ്പീസ് അല്ലെങ്കിൽ എന്തെങ്കിലും മീനിനെയൊക്കെ നമ്മളിത് ഓപ്പണായിട്ട് വെച്ചിടുകയാണെങ്കിൽ അതിന് ഇപ്പം വല്ല കിളിയോ കാക്കയോ വല്ലതൊക്കെ വന്ന് കൊത്താൻ വന്നു കഴിഞ്ഞാൽ അതിന് ഓടി ഒളിക്കാൻ പറ്റിയ രീതിയിൽ മുകളിൽ നല്ല രീതിയിൽ ഇലകളൊക്കെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് മീനുകൾക്ക് എളുപ്പമായിരിക്കും. അപ്പം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആമ്പൽ മാത്രമല്ല അതിൻ്റെ ചുറ്റിനും ചെറിയ ചെറിയ വേറെ ചെറിയ ചെടികളൊക്കെ ഞാൻ നട്ടു കൊടുത്തു. ഈ എല്ലാ ചെടിയും നട്ടതിന് ശേഷം ചെറിയ രീതിയിൽ ഞാൻ ഈ ചുവന്ന മണ്ണൊന്ന് മുകളിൽ വെതറി അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാ ചെടിയും നട്ടതിന് ശേഷം എല്ലാത്തിൻ്റെയും സൈഡിലും മുകളിലൊക്കെ ആയിട്ട് കുറച്ചുകൂടി ചുവന്ന മണ്ണ് അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് ആ കറുത്ത മണ്ണ് പൂർണ്ണമായും താഴ്ത്ത് കാണാത്ത രീതിയിലാക്കി ചുവന്ന മണ്ണ് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 4 ഇഞ്ചോളം 3.5-4 ഇഞ്ച് ഹൈറ്റ് വരുമായിരിക്കും. അതിൽ കൂടുതലൊന്നുമില്ല മൊത്തം ഈ ബേസ് മണ്ണിൻ്റെ ഹൈറ്റ്. അതിനുശേഷം ഞാൻ പതുക്കെ ഈ ടാങ്ക് ഒരു പകുതി വെള്ളം നിറച്ചു. വെള്ളം ഒഴിക്കുമ്പോഴേക്കും കാണാം, അതായത് നല്ലോണം കൂടെ ചെളി കലങ്ങി വരാൻ തുടങ്ങും. അത് പ്രശ്നമാക്കണ്ട, കാരണം നമ്മൾ ഇപ്പോൾ ടാങ്ക് മുഴുവൻ നിറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ടാങ്ക് ഏകദേശം ഒരു പകുതിയോ അല്ലെങ്കിൽ ഒരു 1/4 ഭാഗമോ നിറച്ചാൽ മതി. കാരണം ഈ കലങ്ങിയ വെള്ളം ഏകദേശം ഒരു 1-1.5 ദിവസം കൊണ്ട് അങ്ങോട്ട് സെറ്റിലാവും. അതായത് ചെളിയൊക്കെ താഴത്തടിഞ്ഞ് വെള്ളം തെളിയാൻ തുടങ്ങും. അതിനുശേഷം ടാങ്ക് മുഴുവനായിട്ട് നിറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തൽക്കാലത്തേക്ക് ടാങ്ക് ഒരു അര ഭാഗത്തേക്ക് നിറയ്ക്കാം. പിറ്റേന്ന് വെള്ളം തെളിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മണൽ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ലെയറിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെളിയുടെ മുകളിൽ ഒരു നല്ല ലെയറിലുള്ളൊരു മണൽ വന്നു ഒരു യെല്ലോ കളറിൽ നല്ല ഭംഗിയിലിരിക്കും. അതുമാത്രമല്ല ചെളി പിന്നെ താഴത്തുനിന്ന് മുകളിലേക്ക് വരാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഈ ലെയർ മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും വീണാൽ കലങ്ങോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു വലിയ മോശമില്ലാത്ത ഒരു ലെയർ മണൽ, നല്ലോണം വൃത്തിയാക്കിയ മണൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും.
പിന്നെ ചെയ്തത്, ഞാൻ 1-2 അക്വേറിയം ഡെക്കറേഷൻസ് ഇതിൽ വെച്ച് കൊടുത്തു. ഈ പോണ്ട് ഓപ്പണിലായിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വല്ല കൊക്കോ കാക്കയോ അങ്ങനെ വല്ലതൊക്കെ വന്ന് മീനുകളെ കൊത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇനി അവർക്ക് പെട്ടെന്ന് അടിയിലേക്ക് ഓടി ഒളിക്കാനോ അങ്ങനെ എങ്ങനെയും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് ധാരാളമായി ഇടാൻ പോകുന്നത് ഗപ്പീസിനെയാണ്. അത് പെട്ടെന്ന് ബ്രീഡ് ചെയ്യുകയും ചെയ്യും, കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അത്യാവശ്യം ഏതെങ്കിലും അടിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒളിച്ചിരിക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് വെച്ച് കൊടുത്തത്. അതിനുശേഷം ഞാൻ കുറച്ച് പെബിൾസ് ഈ ടാങ്കിൻ്റെ ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ പെബിൾസും മണ്ണും ഡെക്കറേഷനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അടിയൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലായി. ഇനി നമുക്ക് ഈ ടാങ്ക് ഫുൾ അങ്ങോട്ട് വെള്ളം നിറയ്ക്കാം. അങ്ങനെ ഒരു 3-4 ദിവസം വെള്ളം നിറഞ്ഞ് കിടന്നതിന് ശേഷം എൻ്റെ കയ്യിൽ ഒരു 10-20 ഡംബോ ഇയർ ഗപ്പി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനെ പതുക്കെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഈ 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചെടിയൊക്കെ ഒന്ന് ഉഷാറായി വന്നു തുടങ്ങി. നട്ട സമയത്ത് അതിനൊരു വാടിയ പോലെ ആയിരുന്നിരുന്നത്. ഇപ്പോൾ ആ ചെറിയ ചെടികളും ആമ്പലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് ഏകദേശം 30-35 ദിവസം കഴിഞ്ഞിട്ടുള്ള ടാങ്കിൻ്റെ ഒരു സ്ഥിതിയാണ്. മീനുകളൊക്കെ അന്ന് ഇട്ടിരുന്ന ചെറിയ മീനുകളൊക്കെ നല്ല രീതിയിൽ വലുതായി. ഇപ്പം അതിനൊക്കെ നല്ല കളറൊക്കെ വന്നു. കൂടാതെ ആമ്പലൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്ന് ഇപ്പോൾ എല്ലാ ദിവസവും മിനിമം 2 പൂ വെച്ചെങ്കിലും വിടരാറുണ്ട് ആമ്പലിൽ. അതും മിക്കവാറും 2-3 ദിവസമൊക്കെ ഒരു പൂ വിടരും. അതിനുശേഷം അത് വീഴുമ്പോഴേക്കും അടുത്ത മൊട്ട് വന്നിട്ടുണ്ടാവും. അതായത് എപ്പോൾ നോക്കിയാലും കണ്ടിന്യൂസ് ആയിട്ട് 2 പൂ വെച്ച് വിടരുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ആവശ്യത്തിനുള്ള ഈ എന്താ പറയുക പോഷകാഹാരം അല്ലെങ്കിൽ മനുവറൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആമ്പൽ വളരുന്നുണ്ട്. ഈ ഒരു പോണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ധാരാളമായിട്ട് രാവിലെ ഉച്ചയ്ക്കൊക്കെ കിളികളും പക്ഷികളൊക്കെ വരാറുണ്ട്. മെയിനായിട്ട് വരുന്നത് വെള്ളം കുടിക്കാനാണ്. പക്ഷെ എന്തായാലും കാണാൻ ഒരു നല്ല രസമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഈ ആമ്പലൊക്കെ വിടർന്ന് നിൽക്കുന്നതും ഈ മീനുകൾ ഓടി നടക്കുന്നതും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു രസമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ. അപ്പോൾ നോക്കിയാൽ കാണാം, ഓൾറെഡി ഒരു മൊട്ട് താഴത്ത് വന്ന് നിൽപ്പുണ്ട്. അതായത് ഇതിലേതെങ്കിലും ഒരു പൂ താഴുന്നതിന് മുമ്പ് തന്നെ ആ മൊട്ട് വിടരും. അപ്പോൾ ഇങ്ങനെ ഒരു ആമ്പൽക്കുളം സെറ്റ് ചെയ്യാനായിട്ട് കാര്യമായിട്ടുള്ള എഫേർട്ടൊന്നും വേണ്ട. കാരണം നമ്മൾ ആ മണ്ണും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതും മെന്യൂറൊക്കെ ആഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒരു ആമ്പൽ എവിടെയെങ്കിലും ഒപ്പിച്ച് നട്ട് പിടിപ്പിക്കുക. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 മുതൽ 40 ദിവസം വരെ വേണം ഇത് വളർന്ന് ഒരു നല്ലൊരു പൂവൊക്കെ ഇട്ട് നല്ലൊരു വലിപ്പത്തിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.